സീബ്രു വന്ന് വിളിച്ചാൽ പിന്നെ എവിടത്തേക്കാ എന്താ എങ്ങോട്ടാ ഒന്നുമില്ല, നമുക്കറിയാം ഫുഡിലേക്ക് മാത്രമേ എത്തൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ നല്ലൊരു സ്പോട്ടിൽ പോയി പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു. കോഴി കൊക്കരിക്കും മുമ്പ് അവിടെ എത്തിയതുകൊണ്ട് തന്നെ നല്ല ചൂട് പൊറോട്ടയും ബീഫും കിട്ടി. ഇത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡ് എന്താ ഇവിടെ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് കഴിക്കുന്നതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതിനും അത് കണ്ട് ഈ പോത്തിനെ ഞാൻ ഇനി ഫോക്കസ് ആക്കില്ല എന്ന് വെച്ച് സ്വന്തം ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ പൊറോട്ടയും ബീഫും കഴിക്കുന്നതിനൊരു രീതിയുണ്ട്. ആദ്യം ഒരു പീസ് പൊറോട്ട എടുക്കുക, അതിനകത്തൊരു പീസ് ബീഫ് വെക്കുക, പിന്നെ ഒരു പീസ് ഉള്ളി വെക്കുക, അത് കൂടെ മുറുക്ക പിടിച്ചിട്ട് അങ്ങനെ കഴിക്കാം. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ, നല്ല ടേസ്റ്റ്, സൂപ്പർ, അടിപൊളി, കിടിലോസ്കി. അങ്ങനെ അത് കഴിച്ച് 2 ചായ ഓർഡർ ചെയ്തു. കഫക്കെട്ടുള്ളതുകൊണ്ട് തന്നെ പാൽ ചായ ഒഴിവാക്കിയിട്ട് കട്ടൻ കുടിക്കാൻ വിചാരിച്ചു. വയറ്റിൽ കുറച്ചും കൂടെ സ്ഥലം ബാക്കിയുണ്ട് തോന്നിയപ്പോൾ ഒരു ദോശ കൂടെ ഓർഡർ ചെയ്തു. നല്ല സോഫ്റ്റ് ദോശയാണ്, പക്ഷേ അതൊരു പുളിദോശയാണ്, നമ്മളീ പറയുന്ന ഉഴുന്ന ദോശ. അതുകൊണ്ട് മാക്സിമം നല്ല എക്സ്പ്രഷൻ ഇടാൻ നോക്കിയെങ്കിലും പാളിപ്പോയി. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ട് കേട്ടോ. ദോശ ഞാൻ പ്രിഫർ ചെയ്യില്ല. സ്പോട്ട് ഏതാണെന്ന് അറിയണ്ടേ? ഹോട്ടൽ കമ്പ്യൂട്ടറാണ് കേട്ടോ. നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി കൂടുതൽ സമയം കളയാനില്ല, നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത സ്പോട്ടിൽ കാണാം.